എല്ലാ മാതാപിതാക്കളുടെയും ഒരു പേടിയാണ് കുട്ടികൾക്ക് പഠിക്കുമ്പോൾ മാർക്കില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ തന്നെ ഒരു ടെൻഷനാണ് പഠിക്കുന്നതിന് മാർക്കില്ല, എക്സാമിന് മാർക്ക് കുറയുന്നു. ഇത് നമുക്കെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഒരു ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല കുട്ടികൾക്കും പല സമയത്താണ് പഠിക്കാനായിട്ടുള്ള ടൈം അവർക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ചിലർ രാവിലെ എണീച്ചിരുന്ന് പഠിക്കും. രാവിലെ വെളുപ്പാങ്കാലത്ത് ഒരു 4 മണി അല്ലെങ്കിൽ 5 മണി തൊട്ട് ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലർ രാത്രിയിൽ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അത് ഇന്ന സമയം എന്നുള്ളത് നോക്കേണ്ടതില്ല. ഈ കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സമയം ഏതാണോ ആ സമയം നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു കുട്ടി പഠിക്കുന്നത് രാവിലെയാണ്, അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ചിരുന്ന് പഠിക്കുന്നു എന്നുള്ളതിലൊരു മീനിങ് ഇല്ല. കുട്ടിക്ക് ഏതാണോ സമയം, പഠിക്കാൻ താല്പര്യമുള്ള സമയം, അത് സെലക്ട് ചെയ്യുക. പൊതുവേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെളുപ്പാങ്കാലത്ത് രാവിലെ എണീച്ചിരുന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല ഇതായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അത് പഠിക്കുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് ഷാർപ്പായിട്ട് കയറുമെന്നാണ് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് നമ്മൾ എഴുതി പഠിക്കുക, ഇക്വേഷൻസ്, കണക്കുകളൊക്കെ, പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെയും ഒക്കെ ഇക്വേഷൻസ്, പ്രോബ്ലംസ് ഇതൊക്കെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ കാണാതെ എഴുതി പഠിക്കുക. കാരണം പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് മനസ്സിൽ പതിയണമെന്നുണ്ടെങ്കിൽ അത് എഴുതി കാണാതെ ഒരു പേപ്പർ എടുത്ത് എഴുതി തന്നെ പഠിക്കണം. പിന്നെ ചിലർ ഉറക്കെ വായിച്ച് പഠിക്കുന്നവരുണ്ട്, സൈലൻ്റായിട്ട് വായിച്ച് പഠിക്കുന്നവരുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള രീതി കുട്ടികൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഉറക്കെ വായിച്ച് പഠിക്കുന്നതായിരിക്കും താല്പര്യം. ഉറക്കെ വായിച്ച് പഠിക്കുന്നവർക്ക് ഉറക്കെ വായിച്ച് പഠിക്കാം, സൈലൻ്റായിട്ട്. അതിൽ വിഷയമൊന്നുമില്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും. ചില കുട്ടികൾക്ക് മാത്സ് ഇഷ്ടമായിരിക്കില്ല, അതുപോലെ തന്നെ ചിലർക്ക് കെമിസ്ട്രി ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് അത് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു സബ്ജക്റ്റ് പോലും നിങ്ങൾക്ക് അത് ടഫാണ്, അതുകൊണ്ട് ഇത് പഠിക്കുന്നില്ല എന്നുള്ളൊരു മീനിങ്ങിൽ നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരിക്കലും പഠിക്കാതിരിക്കരുത്. അത് പഠിച്ചേ പറ്റൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിയെടുക്കുക, അത് ഉൾക്കൊള്ളുക. എന്നിട്ട് അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ആക്കിയെടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് അഡോപ്റ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ചിലരുടെ സംശയമാണ് ടി വി കണ്ടുകൊണ്ടിരുന്ന് പഠിക്കാമോ എന്നുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ടി വി കണ്ടുകൊണ്ടിരുന്ന് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ ടി വി കണ്ടുകൊണ്ട് തന്നെയാണ് ഇരുന്ന് പഠിക്കുന്നത്. എനിക്ക് അതിലൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പക്ഷേ ചില കുട്ടികൾക്ക് ടി വി കണ്ടുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. അത് കുട്ടികളുടേതായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി കണക്കിലെടുത്ത് വേണം. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഈ പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ വിട്ടുപോകരുത് എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എന്നുള്ളത് റിപ്പീറ്റ് റീഡിംഗ് ആണ്. റിപ്പീറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തവണ പഠിച്ചൊരു നോട്ട് പിന്നെ എനിക്കറിയാം എന്ന് പറഞ്ഞ് മടക്കി വെച്ചിട്ട് പിന്നെ അതൊരിക്കലും പിന്നെ പരീക്ഷയുടെ തലേന്ന് എടുത്ത് നോക്കുന്ന രീതി അത് ഒഴിവാക്കുക. റിപ്പീറ്റ് റീഡിംഗ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ഓരോ ആഴ്ചയും പഠിച്ച ടോപ്പിക്കുകൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ നമ്മളെ ഓർമ്മയിൽ അത് എപ്പോഴും അത് തങ്ങി അത് ഉണ്ടാകും. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ സ്പീഡിൽ എഴുതുക, ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക, റീഡബിൾ ആയിരിക്കണം. ഒത്തിരി ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്ന വെച്ചാൽ കുട്ടികൾക്ക് ചിലപ്പോൾ സ്പീഡ് കിട്ടണമെന്നില്ല. അതുപോലെ സ്പീഡിൽ എഴുതുന്നവർക്ക് ഹാൻഡ് റൈറ്റിംഗ് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. സ്പീഡും അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് റീഡബിൾ ആയിരിക്കണം പേപ്പർ നോക്കുന്ന ഒരാൾക്ക് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നാലേ നമുക്കത് മാർക്കൊക്കെ കിട്ടൂ. പിന്നെയെന്ന് പറയുന്നത് എത്ര മണിക്കൂർ സമയം പഠിക്കുക എന്നുള്ളതാണ്. ചില കുട്ടികൾ ചിലപ്പോൾ 2 മണിക്കൂർ മാത്രമേ പഠിക്കൂ. ചിലരെന്ത് ചെയ്യും, ഒരു 1.5 മണിക്കൂർ പഠിക്കുന്നവർ, അല്ലെങ്കിൽ 3 മണിക്കൂർ പഠിക്കുന്നവർ, അവർക്ക് നല്ല മാർക്കുണ്ടായിരിക്കും. ചിലർ 5-6 മണിക്കൂർ പഠിച്ചിട്ട് മാർക്കുണ്ടാവില്ല. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒത്തിരി നേരം വായിച്ച് പഠിക്കുക, അതിനുവേണ്ടി മെനക്കെടുക. ഒത്തിരി പഠിച്ചാലേ നമുക്ക് കുറച്ചെങ്കിലും ബ്രെയിനിലേക്ക് തങ്ങി നിൽക്കുമോ. എന്നാലേ, അതായത് ഒത്തിരി ഇൻപുട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ടായിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പലരും പറയും ഇതേപോലെ കുറച്ച് മണിക്കൂർ പഠിച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഠിക്കുക തന്നെ വേണം. അതൊരു തപസ്യ തന്നെയാണ്. പഠിക്കാനായിട്ട് മെനക്കെട്ടാലേ നമുക്ക് പഠിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അത് ഇപ്പം ഇത്ര മണിക്കൂറൊന്നും നോക്കേണ്ട കാര്യമില്ല. മിനിമം ഒരു 3 മണിക്കൂർ തൊട്ട് മേളിലോട്ട് ഉറപ്പായിട്ടും ഓരോ ദിവസം പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലർ കുറച്ച് മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ട് അവർക്ക് നല്ലതുപോലെ മാർക്ക് കിട്ടും. മറ്റു കുട്ടികൾക്ക് കുറേ പഠിച്ചിട്ട് മാർക്കില്ല എന്നുള്ളത് ഭയങ്കര ഒരു വിഷമമാണ്. അത് ചെയ്യേണ്ടത് നിങ്ങൾ റിപ്പീറ്റ് റീഡിങ് ചെയ്യുക. അതാണ് അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് ആ രീതിക്കൊക്കെ നിങ്ങളൊന്ന് കുറച്ചുകൂടെയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സ് അതൊക്കെ ഉണ്ടെന്നെങ്കിൽ ഒരു ബുക്കിലെറ്റ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പഠിക്കുന്ന പോയിൻറ്റ്സൊക്കെ എഴുതിയെടുക്കുക, അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഉണ്ടായാൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു പോയിൻറ്റ്സ് മാത്രം മതി. ബാക്കി പിന്നെ വീട്ടിൽ പോയി ഒരു 1-1.5 മണിക്കൂറിൽ വായിച്ച് പഠിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എത്രയൊക്കെ നമ്മൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ രീതി അഡോപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് നല്ലതുപോലെ പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ.
അതുപോലെ തന്നെ എക്സാമൊക്കെ അടുക്കുമ്പോൾ ഒരു 1-2 മാസമൊക്കെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ റിവിഷൻ നടത്തിയിരിക്കണം. റിപ്പീറ്റ് റീഡിങ് നടത്തുക. കാരണം ഓരോ ചാപ്റ്ററുകൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു സപ്പോസ് ഇപ്പോൾ 1 തൊട്ട് 10 ചാപ്റ്റർ വരെ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ ആദ്യം 1-ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നു, 2-ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നു, അങ്ങനെ പഠിച്ച് 10-ാമത്തെ ചാപ്റ്റർ, ഇപ്പോൾ തിരിച്ച് 10-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 9-ാമത്തെ ചാപ്റ്റർ, 8-ാമത്തെ ചാപ്റ്റർ അങ്ങനെ റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ആ രീതിക്കൊക്കെ നിങ്ങളുടെ ഈ പഠനത്തിൻ്റെ ആ ഒരു മൂർച്ച കൂട്ടിയെടുക്കുക. ഇതാണ് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കുറച്ചുകൂടെയൊക്കെ നല്ലപോലെ മാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പോം വഴി എന്ന് പറയുന്നത്.